മലയാളി ദമ്പതികളും സുഹൃത്തും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ. മരിച്ചത് വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ ദമ്പതികളായ നവീൻ, ദേവി എന്നിവർ. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നുവെന്ന് കുറിപ്പ്. തൃശൂരിൽ വയോധികനോട് കണ്ടക്ടറുടെ ക്രൂരത. ബസ്സിൽ നിന്നും തള്ളി താഴെയിട്ടു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എട്ടുമന സ്വദേശി പവിത്രൻ ചികിത്സയിൽ. ചില്ലറ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കാരണമെന്ന് മകൻ പ്രണവ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ രേഖകൾ കൈമാറിയത് CBI ഇടപെടലിന് ശേഷം. തിരുവനന്തപുരം CBI യൂണിറ്റിന്റെ കത്ത് മതിയായ രേഖകൾ കിട്ടിയില്ലെന്ന് കാണിച്ച് പ്രത്യേക സെൽ DYSP ഡൽഹിക്ക് പോയത് CBIയുടെ കത്തിന് പിന്നാലെ. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. SDPI പിന്തുണ തള്ളാതെ കോൺഗ്രസ്. സംഘടനകളല്ല, വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നതെന്ന് VD സതീശൻ. ആവശ്യപ്പെടാതെ കിട്ടിയ പിന്തുണയെന്ന് രമേശ് ചെന്നിത്തല കേരള വിഷനോട്. അപ്പം ഞങ്ങളെ ഒരു കാലത്ത് സഹായിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് സഹായിക്കാമെന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റി എനിക്ക് മറ്റൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. പൗരത്വ ഭേദഗതി ഉയർത്തുന്നത് കേരളത്തിലെ ആടുജീവിതം മറയ്ക്കാനെന്നും ചെന്നിത്തല. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് നൽകിയ പാനൽ വെട്ടി ഗവർണർ. സെനറ്റിലേക്ക് പുതിയ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തു. 2 RSS പ്രവർത്തകരും DCC ജനറൽ സെക്രട്ടറിയും നോമിനികൾ. BJP കോൺഗ്രസ് ബന്ധം വ്യക്തമായെന്ന് CPM. കരുവന്നൂരിൽ CPMന് വിടാതെ ED. മുൻ MP PK ബിജുവിന് നോട്ടീസ്. വ്യാഴാഴ്ച കൊച്ചിയിൽ ഹാജരാകാൻ നിർദ്ദേശം. തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് MM വർഗീസ്. തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി കോൺഗ്രസും BJPയും.